16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ സംബന്ധിക്കാനായി ജപ്പാൻ പ്രധാനമന്ത്രി സെനൈ തക്കാച്ചി ന്യൂഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നലെയായിരുന്നു ഈ വാർഷിക ഉച്ചകോടി. അപ്പം ഇത് ഇന്ത്യ ജപ്പാൻ ബന്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണോ? തീർച്ചയായിട്ടും ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഈ ഒരു വൻ ശക്തികൾ, പ്രത്യേകിച്ച് ചൈനയുടെ ഭരണാധികാരികൾ ജപ്പാനുമായിട്ട് ഇന്ത്യ അടുക്കുന്നത് വളരെ പേടിച്ച് മാത്രമല്ല, ദീർഘവീക്ഷണത്തിൽ അവർ ചിന്തിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക ടെക്നോളജി ഇലക്ട്രോണിക് യുഗത്തിലെ വൻ രാജാവാണ് ജപ്പാൻ. ആ രാജ്യവും ഭാരത പ്രധാനമന്ത്രിയുമായിട്ട് ഇത്രയും ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ അയൽ രാജ്യമായ ചൈന ഒന്ന് വിരളി പൂണ്ടിരിക്കുകയാണ്. അഭിസംബോധനയെ തന്നെ ഇളയ സഹോദരി മോഡിജി പറഞ്ഞിട്ടില്ലേ, തക്കായച്ചി എൻ്റെ പറക്കാത്ത സഹോദരിയാണെന്നാണ് പറഞ്ഞത്. മാം ജപ്പാൻ പ്രധാനമന്ത്രി ഓടി വന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. അത് അവരുടെ ജീവിതത്തിൽ ജപ്പാന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. അതിനു മുമ്പേ അവർ ഭരണതലത്തിൽ ഇരുന്നപ്പോഴും ഉപപ്രധാനമന്ത്രിയായിരുന്നപ്പോഴും ഒന്നും പല രാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ട് ഇത്രയും ഒരു ആത്മബന്ധമുള്ള വാക്ക് വന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന്. എൻ്റെ പറക്കാത്ത ഇളയ സഹോദരി തക്കായച്ചി. അത് അവരുടെ ആത്മബലത്തെ കൂടുതൽ, കാരണം അവര് 10 ലക്ഷം കോടി യങ് ഇവിടെ നിക്ഷേപിക്കുമെന്ന് കരുതിയല്ല വന്നത്. ഈ ഒരു ആതിഥ്യ മര്യാദ, ബഹുമാനം ഭാരത കുടുംബത്തിൽ ഒരു അംഗമായിട്ടാണ്. അത് ഭാരതത്തിന്റെ സംസ്കാരം തന്നെയാണ്. ആരാധ്യ നരേന്ദ്രമോദി സ്വീകരിച്ച എൻ്റെ ഇളയ സഹോദരി. അല്ല, നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം തന്നെ അങ്ങനല്ലേ? ആതിഥ്യ മര്യാദ. ഇപ്പൊ ജപ്പാന്റെ തന്നെ ആതിഥ്യ മര്യാദ നമുക്കറിയാം. 2 കൈയും തൊടയോട് ചേർത്ത് പിടിച്ചു വെച്ച് എത്രത്തോളം കുനിയാൻ നോക്കും അത്രത്തോളം കുനിഞ്ഞ് അവർ ആതിഥ്യ മര്യാദ. നമ്മൾ നമസ്തേ പറയുന്നു, 2 കൈയും കൂപ്പി. അല്ലാതെ ബ്രിട്ടീഷ് മോഡലോ ചൈന മോഡലോ ഷേക്കൻഡ് കൂടപ്പോ തമ്പ് കാണിക്കലൊന്നുമല്ല. അപ്പൊ നമ്മുടെ ഋഷി പരമ്പരകളുടെ ആ ഒരു ആതിഥ്യ മര്യാദ നമ്മുടെ മാനനീയ പ്രധാനമന്ത്രി തക്കായച്ചിയോട് പെരുമാറിയത് അവർക്ക് അതിയായ ആഹ്ലാദാനന്ദമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 10 ലക്ഷം കോടി 10 ലക്ഷം കോടി ഇന്ത്യയിൽ മുതൽ മുടക്കാം. ശാസ്ത്ര സാങ്കേതിക രംഗത്തും പ്രകൃതിവാതക എടുക്കുന്നതും നമ്മുടെ കടപ്പുറത്തുള്ള മണലിൽ നിന്ന് യുറേനിയം, തോറിയം ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്ന, അവർക്ക് വിൽക്കുകയല്ല. പണ്ട് മൻമോഹൻ സിംഗ് സർക്കാരും രാജീവ് ഗാന്ധി സർക്കാരും എന്താ ചെയ്തത്? IRAL പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കണ്ടെയ്നർ ഇറക്കണ മണ്ണ് അവരുടെ രാജ്യത്തങ്ങ് വിട്ടുകൊടുക്കും. ഇവിടെ എന്താ, കരിമണൽ രാജാവ് കർത്ത ചെയ്ത എക്സാലോജിസ്റ്റിക്സിന് ആയിട്ട് പങ്കുചേർന്ന് കമ്മീഷൻ കൊടുത്ത് സർക്കാരിനെ പ്രീതിപ്പെടുത്താൻ ഈ മണ്ണെല്ലാം എക്സ്പോർട്ട് ചെയ്യണം. പ്രധാനമന്ത്രി അതല്ല പറഞ്ഞത്. നമ്മുടെ ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്ന രീതിയിൽ സഹോദരി തക്കായച്ചി നിങ്ങളുടെ ടെക്നോളജി ഇവിടെ കൊണ്ടുവന്ന് മണ്ണ് വേർതിരിക്കണം. അപ്പോൾ ഈ മണ്ണ് ഇന്ത്യയിൽ തന്നെ ഫാക്ടറി ആവുകയാണ്. അതിനുള്ള റീസൈക്ലിംഗ്, അതിനുള്ള ടെക്നോളജി പഠിച്ച സ്റ്റോൺ പഠിച്ചിട്ടുള്ള അവർക്ക് ഇവിടെ ജോലി കിട്ടും, ജപ്പാനിൽ പോണ്ട. അത് അവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ത്യയും ജപ്പാനുമായിട്ട് ഇത്തരത്തിലൊരു ആത്മബന്ധത്തിൽ, സുഹൃത്ത് ബന്ധത്തിൽ കമ്പനികൾ തുടങ്ങുന്നത് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന മോഡിജിയുടെ ആ സ്വപ്നം 2040 ആകുമ്പോഴേക്കും ഭാരതം സ്വതന്ത്ര ഭാരതത്തിൽ ലോക ഗുരുസ്ഥാനിയയിൽ വരണം എന്ന ആശയം ശിരസ വഹിക്കുവാൻ ഒരു കാലഘട്ടത്തിൽ ജപ്പാൻ ഇന്ത്യക്കെതിരായിരുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധി ഇരുന്നപ്പോൾ ഇന്ത്യക്കെതിരായിരുന്നതാണ് ആ പ്രസിഡന്റും പ്രധാനമന്ത്രി. ഇന്ന് ആ രാജ്യം ഇന്ത്യ സഹോദരി എന്നുള്ള വിളിയോടുകൂടി അവരുടെ ടെക്നോളജി, അവരുടെ സമ്പത്ത്, അവരുടെ ന്യൂനത സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ മുതൽ മുടക്കുവാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ജപ്പാൻ പ്രധാനമന്ത്രി തക്കായച്ചി ഉറപ്പ് കൊടുത്ത് എഗ്രിമെന്റ് ചെയ്ത് പോയിക്കുകയാണ്. അതും പോട്ട് മൂല്യം ഇന്ത്യക്ക്, ആ സാമ്പത്തിക സ്ഥിതി ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ട്. ശരി, നിങ്ങളുടെ സാമ്പത്തികം വേണ്ട, നമ്മുടെ 10 ലക്ഷം കോടി യങ് ഇന്ത്യയിലേക്ക് മുടക്കാം. അതിനുള്ള അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെ എൻ്റെ മൂത്ത ബ്രദർ കണ്ടുപിടിക്കുക എന്നാണ് അവർ സംബോധന ചെയ്തത്. അപ്പോൾ ഇത് ഭാരതം ഇത്രയും നയതന്ത്രജ്ഞ ബന്ധമുള്ളൊരു
പ്രധാനമന്ത്രി. ഇവിടെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് നെഹ്റുവാണ് കിങ് മേക്കർ, ശ്രീമതി ഗാന്ധിയാണ് കിങ് മേക്കർ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അടിയന്തരാവസ്ഥയുടെ 75 വർഷം ഓർമ്മിക്കുമ്പോൾ, കാളരാത്രികൾ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യങ്ങളുമായിട്ട് ഒത്തുചേരലാണ്. ആ അടിയന്തരാവസ്ഥയുടെ 75-ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് 78 വർഷം ഭാരതം സ്വതന്ത്രമായപ്പോൾ നമ്മുടെ ഭാരതം ആത്മനിർഭർ ഭാരതത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. മറ്റു ഭരണാധികാരികൾ ഇത് കാണിച്ചിരുന്നുവെങ്കിൽ ഭാരതം ഇതിനു മുമ്പേ സ്വയം പര്യാപ്തയിലെത്തിയത്. അപ്പം അതുകൊണ്ടാണ്. ഇത് മാത്രമല്ല, നമ്മുടെ കടലിൽ നിന്ന് പെട്രോളിയം വേർതിരിക്കുന്നതും സഹായിക്കാമെന്ന് പറഞ്ഞു. അതും ജപ്പാൻ അവരുടെ ടെക്നോളജി ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇന്ത്യയുടെ യുവാക്കൾക്ക് വേണ്ടി നാഷണൽ റീകൺസ്ട്രക്ഷൻ കോർ, രാഷ്ട്ര പുനർനിർമ്മാൺ വാഹിനി എന്ന് പറയുന്ന ഒരു ബില്ല് അവതരിപ്പിച്ചത്. ആ ബില്ല് അവതരിപ്പിച്ചത് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാനാണ്. ഇവിടുത്തെ യുവാക്കൾ ഇന്ത്യ രാജ്യം വിട്ടു പോകുന്നത് പാടില്ല. നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷനും നല്ല ടെക്നോളജിസ്റ്റും നല്ല രീതിയിൽ ഇന്ത്യയുടെ സർവകലാശാലകളിൽ കൊടുക്കാത്തത് കൊണ്ടാണ് കനേഡിയൻ സർവകലാശാലയിൽ, ഫ്രഞ്ചിലും അമേരിക്കയിലുമെല്ലാം നമ്മുടെ IT വിദ്യാർത്ഥികളും ലോജിസ്റ്റിക്സ് വിദ്യാർത്ഥികൾക്കും കടൽ കടന്നു പോകുന്നത്. ആ ധർമ്മേന്ദ്ര പ്രധാനാണ് ഈ പാറ്റകൾ രാജിവെക്കണമെന്ന് പറയുന്നത്. ഇതുപോലൊരു വിദ്യാഭ്യാസ മന്ത്രി ഇന്ത്യ കണ്ടിട്ടില്ലെന്ന് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളാണ് പറഞ്ഞിട്ടുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ സൈദ്ധാന്തികന്മാർ പറഞ്ഞിട്ടുണ്ട്, ഗുഡ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന്. അപ്പം ഇത്തരത്തിൽ രാജ്യം പുരോഗമിച്ച് വിദ്യാർത്ഥികൾക്ക് തല വർക്ക് ചെയ്ത് ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യ ഡെവലപ്മെൻറ്റിലേക്ക് വരും. മറ്റുള്ളവരുടെ ചാരവൃത്തി ഇന്ത്യയിൽ നടക്കില്ല. അതുകൊണ്ടാണ് സോറസ് പോലുള്ളവരുടെ സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോലുള്ളവർ വിദേശത്ത് പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ പാറ്റ പാർട്ടികൾ ജന്മമെടുത്തത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ അഭ്യസ്തവിദ്യരായ യുവാക്കളുടെ തൊഴിലിന് വേണ്ടി NRC, നാഷണൽ റീകൺസ്ട്രക്ഷൻ കോർ എന്ന രാഷ്ട്ര പുനർനിർമ്മാണ ബില്ല് തക്കായേച്ചി നമ്മൾ പ്രവർത്തിക്കും. നിങ്ങളുടെ ഡോളർ കൊണ്ടുപോവാ, നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ടുപോവാ, നിങ്ങളുടെ ടെക്നോളജി കൊണ്ടുപോവാ. എല്ലാ രീതിയിലും നമുക്കൊരു ഉണർവായിരിക്കും. ടെക്നോളജി അല്ല, അത് പ്രത്യേകിച്ച് കരാറിലുണ്ട്. അവരുടെ ടെക്നോളജിയും അവരുടെ യങ്ങും അവരുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയേ ഉള്ളൂ. വിദ്യാർത്ഥികൾ, ഇതിൻ്റെ അഭ്യസ്തവിദ്യരായ എംപ്ലോയീസ് ഇന്ത്യനാണ്. അതാണ് അഗ്രിമെന്റ്, ട്രേഡ് എഗ്രിമെന്റ് ചെയ്യുമ്പോൾ അത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ ട്രേഡ് എഗ്രിമെന്റ് ചെയ്ത് ഏത് രീതിയിലാണോ പോകുന്ന യുഗത്തിലേക്കാണ് ജപ്പാൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഇലക്ട്രോണിക്സ് യുഗത്തിലും ജപ്പാനും ചൈനയുമാണ് മത്സരം. ഇപ്പം തൊട്ടടുത്ത രാജ്യമായ ഭാരതം കൂടി ജപ്പാന് സഹായമായപ്പം ചൈന പേടിച്ചുപോയി. അപ്പം സൂപ്പർ പവറിൽ ജപ്പാന് അറിയാം. അത് നമ്മുടെ വൈറ്റ് ഹൗസ് വക്താവ് തന്നെ മെനഞ്ഞാന്ന് പറഞ്ഞു, ചൈന പേടിക്കുന്ന രാജ്യമായി, ഇന്ത്യയെ പേടിക്കുന്ന രാജ്യമായി ചൈന മാറി. പഴയ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് മുദ്രാവാക്യങ്ങൾ കൊണ്ടുവന്നത്. ആവോ ഭാരത് ബനാവോ, വരുവിൻ പുതിയ ഭാരതത്തെ സൃഷ്ടിക്കാം, ഗരീബി കടാവോ, ദാരിദ്ര്യം തുടച്ചു മാറ്റാം. ആ മുദ്രാവാക്യം നടപ്പിലാക്കിയത് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രചാരകയായ നരേന്ദ്രമോദിയാണ്. ഇന്ദിരാഗാന്ധി മുദ്രാവാക്യങ്ങൾ പ്രഖ്യാപിച്ചു. അത് ലോകരാഷ്ട്ര നേതാക്കളെ കൊണ്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി. അതാണ് വിത്ത് ഡിഫറൻസ് BJP, വിത്ത് ഡിഫറൻസ് കോൺഗ്രസ്, വ്യത്യസ്തമായ ഗവൺമെൻറ്, NDA ഗവൺമെൻറ്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ താല്പര്യം, അതാണ് പ്രധാനമന്ത്രി എപ്പോഴും പറയുന്നത്. എനിക്ക് രാഷ്ട്രമാണ് മുഖ്യം, രാഷ്ട്രീയം രണ്ടാമത്, മൂന്നാമതേ ഉള്ളൂ മോഡിക്ക് കുടുംബം. അദ്ദേഹത്തിന് ഭാര്യ മക്കളില്ല, അത് മാറ്റി വെച്ച് വേറൊരു വിഷയം. പക്ഷേ 4ാം സ്ഥാനമേ ഉള്ളൂ ബാക്കിയുള്ളത്. അപ്പോൾ രാഷ്ട്രത്തിന് വേണ്ടി പരമാധികാരത്തെ ദുരുപയോഗം ചെയ്ത ഗവൺമെൻറ്റുകളായിരുന്നു നീണ്ട 78 വർഷം ഇന്ത്യ ഭരിച്ചതെന്ന് ഇന്ത്യൻ ജനത കണ്ടുകൊണ്ടിരിക്കുന്നു. ചരിത്രത്തിൻ്റെ ഏടുകളായിട്ടുള്ള പാർലമെൻറ്റിൽ തുറക്കാത്ത അലമാരകൾ തുറന്നു വെച്ചു. രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിൻ്റെ ഹെഡ് ഗവർണറൊക്കെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പങ്കുണ്ടെന്ന് ആ പുസ്തകം തുറന്നപ്പോഴാണ് ഇന്ത്യൻ ജനത പഠിക്കാൻ തയ്യാറായത്. ഇതുവരെ ഇവിടെ സ്വാതന്ത്ര്യത്തിന് പോരാടിയ കോൺഗ്രസ് എന്നാണ് പറയുന്നത്. അല്ല, ആ പുസ്തകം നെഹ്റു അടച്ച് സീൽ ചെയ്തിരുന്ന പുസ്തകങ്ങൾ ആരാധ്യനായ നരേന്ദ്രമോദി സർവകലാശാല, JNUയിലായാലും ഗാർഗിയിലായാലും എല്ലാ സർവകലാശാലയിലും ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കാൻ കൊടുത്തു. എന്നിട്ട് നരേന്ദ്രമോദിയുടെ ധർമ്മേന്ദ്ര പ്രധാൻ ചെയ്തത്
അടിയന്തരാവസ്ഥയെ പഠിക്കാൻ ശ്രീമതി ഗാന്ധിയോ മൻമോഹൻ സിംഗോ രാഹുലോ ഈ സോണിയ മാം നേതൃത്വം കൊടുത്ത UPA അധ്യക്ഷയായിരുന്നപ്പോഴോ അടിയന്തരാവസ്ഥ പഠിക്കണ്ട. അത് കൊണ്ടുവന്ന് ഇന്ത്യക്ക് ഇന്ത്യയെ 40 വർഷത്തേക്ക് ബാക്കിലോട്ടടിച്ചൊരു ഇതാണ് 5 വർഷത്തെ അടിയന്തരാവസ്ഥ, 74 മുതൽ 77 വരെ. അത് മിണ്ടുന്നില്ല അവർ മിണ്ടുന്നത് നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പം ശൂലം കൊണ്ട് കുത്തി കുഞ്ഞിനെ എടുത്ത് ഉയർത്തി കാണിച്ചു, മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല. ആരാ പറഞ്ഞത്? ഡൽഹി ഇമാം അബ്ദുള്ള ബുഖാരി പറഞ്ഞു, നീണ്ട 12 വർഷം മുസ്ലിങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു രാഷ്ട്രം ഭാരതമാണെന്ന് ഡൽഹി ഇമാമ പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ജപ്പാനുമായിട്ടുള്ള ഈ ഒരു ബന്ധം നമ്മളെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കും അല്ലേ? പുതിയ യുവാക്കൾക്ക്, അഭ്യസ്തവിദ്യരായ യുവാക്കൾ ഇനി ഇന്ത്യ വിടേണ്ടി വരില്ല. പ്രത്യേകിച്ച് എക്സ്പെഷ്യലി കേരളത്തിലെ ധാതുമണൽ സംരക്ഷണം. നമ്മുടെ കൊച്ചിൻ തീരത്ത് എണ്ണ സംസ്കരണമുണ്ട്. നമ്മുടെ മണൽ പ്രദേശങ്ങൾ കരയോളത്ത് ലിഥിയം, ബാറ്ററി നിർമ്മിക്കേണ്ട ലിഥിയമുണ്ട്. ഇതിനി നമ്മളെവിടുത്തെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ ജപ്പാന്റെ ശാസ്ത്ര സാങ്കേതിക സഹായവും ടെക്നോളജിയും സാമ്പത്തികവും നമ്മളെ പിള്ളേർ ഗവേഷണം ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ തൊഴിൽ വർദ്ധിക്കും. അതുകൊണ്ടാണ് ആരാധനായ നരേന്ദ്രമോദി പറഞ്ഞത്, നിങ്ങളുടെ എല്ലാ വിദ്യകളും കൊണ്ടുവരൂ, നോട്ട് ഇമ്പോർട്ടഡ് ഉദ്യോഗാർത്ഥികൾ, എംപ്ലോയികളെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യരുത്, നിങ്ങളുടെ ടെക്നോളജിയും മെഷീനും എല്ലാം കൊണ്ടുവന്ന് നിങ്ങൾക്കിവിടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു, കടലോരത്തുള്ള മണലുകൾ അതും ആക്കാം, എണ്ണ കൊണ്ടുവന്ന് രക്ഷിക്കാം. അങ്ങനെ ഭാരതം 2045 ആകുമ്പോഴേക്കും നമ്മുടെ ഭാവി ഭാരത വൈഭവത്തിലേക്ക് എത്തും. ഭാരതം എന്ന് പറയുന്ന രാജ്യം ലോകത്തിൻ്റെ ഗുരുസ്ഥാനിയയിൽ വരും. അതാണ് ആരാധ്യനായ നരേന്ദ്രമോദിയും നമ്മുടെ ജപ്പാൻ പ്രധാനമന്ത്രിയും തമ്മിൽ ഈ വാക്കും സ്നേഹവും ഇന്നലെ ഉച്ചകോടിയിൽ പ്രകടമായത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.